കഴിഞ്ഞ ദിവസം കോതമംഗലം കുമിളി റൂട്ടിൽ നേര്യമംഗലത്തിനടുത്ത് വെച്ച് കെ എസ് ആർ ടി സിയുടെ RSC 598 നമ്പർ വാഹനം അപകടത്തിൽപ്പെടുകയും അപകടത്തിൽ 14 വയസ്സുള്ള അനീറ്റ ബെന്നി എന്ന് പറയുന്ന ഒരു ബാലിക മരണപ്പെടുകയും ചെയ്തു. വളരെയധികം വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു ആ ഒരു വാർത്ത നമ്മളിൽ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ കെ എസ് ആർ ടി സിയിൽ ഈ അപകടം നടക്കുന്നു. ഈ വണ്ടി പെട്ടെന്ന് തന്നെ റോഡിന്റെ ഡിവൈഡറെ തട്ടുന്നു, താഴേക്ക് പോകുന്നു. ഈ കുട്ടി പൊട്ടിയ ഗ്ലാസ്സിലൂടെ ഫ്രണ്ടിലേക്ക് വീഴുന്നു. കുട്ടിയുടെ മേത്തിടിച്ചാണ് വണ്ടി നിൽക്കുന്നത്. അത് ആ കുടുംബത്തിന് ഒരു ദുഃഖത്തിന്റെ മുകളെ അടുത്ത ദുഃഖവും കൂടിയായി മാറിയ ഒരു വാർത്തയാണ്. ആ നാട് മുഴുവൻ ആ കാര്യത്തിൽ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ നമ്മൾ പലപ്പോഴും കെ എസ് ആർ ടി സിയെ കുറിച്ച് പറയുമ്പോൾ മലയോര മേഖലയിൽ കെ എസ് ആർ ടി സി, മലയോര മേഖലയിൽ നിന്നല്ല, ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ, ഈ കേരളം മുഴുവൻ നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ കാലഹരണപ്പെട്ടതാണെന്നും ഇത്തരം ബസ്സുകൾ, അതായത് ഓരോ ബസ്സുകൾക്ക് ഓടിക്കുവാനുള്ള ഇതുണ്ട്, ആ ബസ്സുകളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള. ഇപ്പോൾ 11 വർഷവും 9 മാസവും കഴിഞ്ഞ ഒരു വാഹനം, ഏകദേശം 12 വർഷം അടുത്തായിട്ടുള്ള ഒരു വാഹനമാണ്. അത് ഓർഡിനറി ആയിട്ടല്ല ആ വാഹനം സർവീസ് നടത്തുന്നത്. അത് FSLS, ഫയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പം അതിന് സമയം, റണ്ണിങ് സമയം കുറവാണ്. ദീർഘദൂരം ഓടുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഓടിക്കുവാൻ മാത്രം സംജാതമായിട്ടുള്ളൊരു വാഹനമല്ല അത്. പകരം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഇപ്പോൾ ഫാസ്റ്റ് പാസഞ്ചറായിട്ട് ഓടിക്കാൻ വേണ്ടി ആ വണ്ടിയുടെ കാലാവധിക്ക് പ്രശ്നം വരുമോ എന്ന് ഭയന്നിട്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വാഹനം FSLS എന്ന് പറഞ്ഞ് ഓടിക്കുന്നത്. ഏതായാലും ആ വാഹനത്തെക്കുറിച്ച് വന്നൊരു വാർത്തയുടെ സ്ലൈഡ് ഞാൻ കാണിക്കാം. മാതൃഭൂമിയിൽ ആ വാർത്ത വളരെ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. മലയോര മേഖലയിൽ ഓടുവാൻ, മലയോര മേഖല എന്നല്ല, വാഹനത്തിൽ ഓടിക്കുവാനേ സാധ്യമല്ലാത്ത തേഞ്ഞ ടയറുകളുമായിട്ടാണ് ആ വാഹനം സർവീസ് നടത്തിയിട്ടുള്ളത് എന്നാണ് മലയാളത്തിന്റെ പ്രമുഖമായിട്ടുള്ള ഒരു പത്രവും ചാനലും പറഞ്ഞിട്ടുള്ളത്. എല്ലാ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആ വണ്ടിയുടെ ടയറുകൾ തേഞ്ഞതായിരുന്നു എന്നുള്ളതാണ്. ആ തേഞ്ഞ ടയർ പൊട്ടിയ വണ്ടി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇരിക്കുകയും പിന്നെ ഈ വണ്ടിയുടെ പെർച്ച്, അതിന്റെ പലവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇവർ പറയുന്നതനുസരിച്ച് സ്റ്റേറ്റ് ആക്സിഡന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി കെ എസ് ആർ ടി സിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ വന്നിട്ടുള്ളത് കെ എസ് ആർ ടി സി കോടിക്കണക്കിന് രൂപയുടെ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. ഈ വാങ്ങിക്കുന്ന സ്പെയർ പാർട്സുകളൊക്കെ എവിടെയാണ്? ഇവിടെ സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം റീകണ്ടീഷൻ ചെയ്തിടുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത സ്പെയർ പാർട്സുകൾ ഈ വാഹന കമ്പനികളിൽ കെട്ടിക്കിടക്കുന്ന ആവശ്യമില്ലാത്ത സ്പെയർ പാർട്സുകൾ കൂടിയ തുക കൊടുത്ത് കെ എസ് ആർ ടി സി വാങ്ങിക്കുകയാണ്. ആ തുക കൂടുതൽ കൊടുക്കുന്നില്ല, കാരണം അവർക്ക് വേണ്ടാത്തതാണല്ലോ. അപ്പൊ ഇത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് നിലത്ത് കുഴിച്ചിടുകയാണ്. പണ്ട് ഐഷർ വണ്ടിയുടെ കുഴിച്ചിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിരപരാധിയായിട്ടുള്ള ഒരു ഡ്രൈവറും കൂടി, കെ എസ് ആർ ടി സിയുടെ അനാസ്ഥ കൊണ്ട് ഒരു ബാലികയുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നു, നിരപരാധിയായ ഒരു ഡ്രൈവർ കൂസിലേറ്റപ്പെടുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മലയോര മേഖലയിൽ ഓടുവാൻ യോഗ്യതയല്ലാത്ത ടയറുകൾ ഇട്ട് ഈ വണ്ടി സർവീസിന് വിട്ടത് ആരാണ് എന്ന് ഈ ആക്സിഡന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ കിഴങ്ങന്മാർ അന്വേഷിച്ചോ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ അപകടം നടന്ന ഉടനെ തൊടുപുഴയിലെ ഒരു ചെക്കർ, കെ എസ് ആർ ടി സിയിലെ ഏറ്റവും വലിയ കുഴപ്പം, ഒരു ആക്സിഡന്റ് നടന്നാൽ അത് അന്വേഷിക്കാൻ വരുന്നത് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ലാത്ത ചെക്കർമാരാണ്. ഈ തൊടുപുഴയിൽ ഒരു ചെക്കർ വിളിച്ചിട്ട് പറഞ്ഞു, കർശനമായിട്ട് ഡ്രൈവറെ പ്രതിയാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ കെ എസ് ആർ ടി സി റിപ്പോർട്ട് സമർപ്പിക്കാവൂ എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് തൊടുപുഴയിലെ ഒരു ചെക്കർ പറഞ്ഞത്. സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ലാത്ത ചെക്കർ ഈ വാഹനത്തിന്റെ അപകടത്തിൽ എങ്ങനെയാണ് റിപ്പോർട്ട് തയ്യാറാക്കുക? കെ എസ് ആർ ടി സി ഒരു ഇതാണ്. അതിന്റെ പിന്നെ ഈ ആക്സിഡന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞവന്മാരൊക്കെ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന. അപ്പോൾ ഈ യോഗ്യതമല്ലാത്ത ടയറുകൾ ഈ വാഹനത്തിലിട്ട് ആര് സർവീസ് നടത്തി? പൊട്ടിയ പെർച്ചുമായിട്ട് ഈ വണ്ടി എങ്ങനെ സർവീസ് നടത്തി? അപ്പോൾ ഈ വാഹനത്തെ ഈ പറയുന്ന പലയിടത്തും പെർച്ചുകളൊക്കെ വെള്ളി ഇതൊക്കെ ഈ പഴയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നും മാറ്റമേ ഇല്ല. ഈ വണ്ടി ഇത്രയും പഴക്കമായി, കാലപ്പഴക്കം ചെന്ന വണ്ടിയായി. ഈ വണ്ടി വല്ല ഓർഡിനറി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാഹനങ്ങളായി മാറിയിരിക്കുന്നു. പക്ഷെ വാഹനങ്ങളില്ല എന്നുള്ളതിന്റെ പേരിൽ ഇതിന്റെ പുറത്ത് FS എന്നും സൂപ്പർ വാച്ച് എന്നും LS എന്നും ഒക്കെ എഴുതി വെച്ചിട്ട് ഈ ആളെ കൊല്ലിക്കുന്ന പരിപാടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നേര്യമംഗലം അപകടത്തിന്റെ ഒന്നാമത്തെ പ്രതി കെ എസ് ആർ ടി സിയുടെ MD ആണ്. MD പ്രമോദ് ശങ്കറിനെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം. രണ്ടാം പ്രതി ഈ കെ എസ് ആർ ടി സിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ, അയാൾ EDT എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കായിട്ട് ഇരുന്നിട്ടുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ MV ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഇയാൾക്കറിയാം ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. അങ്ങനെ ഈ പറയുന്ന പൊട്ടിയ ടയർ, ഈ തേഞ്ഞു തീർന്ന ടയറിട്ട്, കണ്ണാടി ചില്ല് പോലത്തെ ടയറിട്ട് ഈ മലയോര മേഖല, അപകടം പിടിച്ച മലയോര മേഖല, ഈ വണ്ടി മുകളിലോട്ട് കയറിയിട്ട്
ആ കൊക്കയിലോട്ടാണ് പോകുന്നെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള വണ്ടിയിലിരിക്കുന്ന ആളുകൾ കൂടി മരിച്ചാൽ മരണത്തിന്റെ എണ്ണം കൂടുകയല്ലേ. എപ്പോഴും ഈ പറയുന്ന പണ്ട് ഈ വയനാട് ചുരത്തില് ഇത്തരത്തിലുള്ള ടയറുകൾ ഇട്ടുള്ള വാഹനം ഓടിച്ചിട്ട് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് വണ്ടി പിടിച്ചെടുത്തു. ഇവിടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റും പ്രതിയാക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇത്തരം വണ്ടികൾ നിരത്തിൽ ഓടുമ്പോൾ ബാക്കി വാഹനങ്ങൾ പരിശോധിക്കുന്ന പോലെ തന്നെ KSRTC ബസ്സിന് എന്താ കൊമ്പുണ്ടോ, ഇത് പരിശോധിക്കണം. സർക്കാരിന്റെ ആണെന്ന് വെച്ച് പൊതുനിരത്തിൽ ഇത്തരം നിരപരാധികളുടെ ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി ഈ സർക്കാരിന്റെ വണ്ടിയിലെ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വണ്ടിയാണെന്ന് കരുതി ഇത്തരം നിയമലംഘനങ്ങൾ എന്തുകൊണ്ട് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നില്ല? മനസ്സിലാക്കണ്ടേ? അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഈ മരണത്തിന്റെ ഒന്നാമത്തെ പ്രതി KSRTC MD ആണ് എന്നുള്ള കാര്യം വെൽഫെയർ അസോസിയേഷൻ അതിശക്തമായിട്ട് പറയുന്നു. ഏതായാലും നിരപരാധിയായ ഒരു ഡ്രൈവർ ഈ മരണത്തിന്റെ ഉത്തരവാദിയായി പ്രതി ചേർക്കപ്പെടുന്നു. അദ്ദേഹത്തെ KSRTC ഇതാ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് KSRTCയുടെ ഭാഗം രക്ഷിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ കാലന്റെ പ്രതീകമായി ഇനിയും യോഗ്യതയില്ലാത്ത വാഹനങ്ങൾ നിരത്തിൽ അടുത്ത ഇരയെ തേടി പാഞ്ഞുകൊണ്ടിരിക്കുന്നു. നന്ദി. Thank you.